ഹായ് എവ്രി വൺ. അപ്പം സമ്മറൊക്കെ ആവാൻ സ്പ്രിങ് ആവാൻ തുടങ്ങി. ആക്ച്വലി എപ്പോഴും ഞാൻ സമ്മർ എന്ന് പറയും, പക്ഷേ സ്പ്രിങ് ആണ് ആവുന്നത്. അപ്പോൾ ഞാൻ ഈ വലിയൊരു ചെടി കൊട്ട ക്രിസ്മസ് ടൈമിൽ വാങ്ങിയതാണ്. ആ സമയത്തെ ട്യൂലിപ്സ് ഒക്കെ നടന്നതാണ്. ഇപ്പോൾ ഭയങ്കര ലേറ്റായി. എന്നാലും ഇത് ഫെബ്രുവരിയിലേ അല്ല മാർച്ച് ഓൾറെഡി. അപ്പം ട്യൂലിപ്സ് എന്തായാലും നട്ട് നോക്കാമെന്ന് വിചാരിച്ചാൽ അത് തന്നെ ഇരുന്ന ബൾബ്സിനൊക്കെ ചെറിയ മുള വന്നിട്ടുണ്ട്. ഞാൻ നമ്മളുടെ പഴയ ഈ വീട്ടിൽ പണ്ട് താമസിച്ചിരുന്ന ആൾക്കാർ വെച്ചിട്ട് പോയ കുറച്ച് ചെടിച്ചട്ടിയുണ്ട്, അതുപോലെ നമ്മുടെ കുറച്ച് പഴയ ചെടിച്ചട്ടിയുണ്ട്. എല്ലാത്തിനെയും മണ്ണ് റീയൂസ് ചെയ്തത് മാക്സിമം ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ട്യൂലിപ്സിൻ്റെ ഒക്കെ ഏതൊക്കെയാണ് ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നതെന്ന് കാണിച്ചു തരാം. അത് അത്യാവശ്യം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്, കുറച്ചധികം നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്ക് വട്ടമുള്ള, എനിക്കൊരു 30 സെൻറ്റിമീറ്റർ ഉണ്ട്, 30 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉണ്ട്. അപ്പം ഇത്രയും വലുത് അതിനാണ് എടുത്തത്. അപ്പോൾ ഞാൻ വേഗം ഈ മണ്ണൊക്കെ ഇതിലേക്ക് ഫില്ല് ചെയ്യട്ടെ. പിന്നെ ഈ കമ്പൊക്കെ ഒന്ന് ഊരി മാറ്റണം. അപ്പോഴേക്കും നിങ്ങൾ പോയിട്ട് ട്യൂലിപ്സിൻ്റെ വെറൈറ്റീസ് ഒക്കെ കണ്ടിട്ട് വാ. ഈ ടൈപ്പ് ട്യൂലിപ്പാണ് കേട്ടോ. ഇതിനൊരു മെറൂൺ ആണോ, ഒരു വൈൻ റെഡ് കളറാണോ, അങ്ങനത്തെ ഒരു ഡീപ്പ് വയലറ്റ് കളറാണ്. രണ്ടാമത്തെ മിക്സ് ഓഫ് ട്യൂലിപ്സ്. മൂന്നാമത്തെ ഹയാസിൻത്. ഇതും എനിക്ക് തോന്നുന്നത് മിക്സ്ഡ് കളേഴ്സാണ്. ഹയാസിൻ്റെ മണം ഭയങ്കര അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് 2 പാക്കറ്റ് ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് മുളയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റത്തെ ഡാഫോഡിൽസ്. ഇത് ടിപ്പിക്കൽ യെല്ലോ അല്ല, ഇത് വൈറ്റിൻ്റെ ഉള്ളിൽ ആ യെല്ലോ പോർഷൻ്റെ എഡ്ജിലൊരു റെഡ് കളർ വരുന്ന ടൈപ്പാണ് കേട്ടോ. പിന്നെ എല്ലാ പാക്കറ്റ്സിൻ്റെയും പുറത്ത് ഈ ചെടി, ഈ ബൾബ് ഏത് മാസം നടണം, എത്ര ഡെപ്തിൽ നടണം, എത്ര ഡിസ്റ്റൻസ് ഓരോ ബൾബും തമ്മിലുണ്ടായിരിക്കണം, ചെടി മണ്ണിന് മുകളിൽ എത്ര ഹൈറ്റിൽ വളരും എന്നുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഫോളോ ചെയ്താണ് ഞാൻ നടുന്നത്. ഇതൊക്കെ അന്ന് ക്രിസ്മസിന് വാങ്ങിയ ക്രിസ്മസ് ചെടികളാട്ടോ. ഇത് ഒക്കെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഞാൻ മാറ്റുന്നുണ്ട്. പിന്നെ ഇതൊക്കെ അങ്ങനെ തന്നെ ഇടാം, കാരണം അതൊക്കെ മണ്ണിൽ മെല്ലെ അലിഞ്ഞു പൊക്കോളും. എനിക്ക് സോഫാർ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ജർമ്മൻസ് ഇവിടെ ഇങ്ങനത്തെ മണ്ണ് പിന്നെ റീയൂസ് ചെയ്യില്ല, അവരത് കളയും, ബയോവേസ്റ്റിലിടും. അതെന്തിനാന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ പ്ലാസ്റ്റിക് കോട്ട് കൊണ്ട് അപ്പം ഇടയ്ക്കൂടെ മണ്ണൊന്നും പോകത്തില്ല. ഇതൊക്കെ ഇട്ട് ട്യൂലിപ്സ് ഒക്കെ നട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നാളെ ഇത് ബാൽക്കണി കൊണ്ട് പുറത്ത് വെച്ചിട്ട് അടിയിൽ ഏതെങ്കിലും കമ്പം കൊണ്ട് 2-3 സ്ഥലത്ത് കുത്തി കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഹോൾസ് വന്നോളും, വെള്ളം ഇങ്ങനെ പോകാൻ വേണ്ടി. വെള്ളം ഒരിക്കലും കെട്ടിക്കിടക്കാൻ പാടില്ലല്ലോ അങ്ങനെ. അപ്പം ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈ കൊട്ട മാക്സിമം ഫില്ല് ചെയ്യാം. ബാക്കി സോയിൽ പുറത്തിരിപ്പുണ്ട്, അത് ആവശ്യം വരുന്ന അനുസരിച്ച് ഇടാം. ഇത് കരിയേപ്പില, കിച്ചുവേട്ടന് കിട്ടുന്ന കരിയേപ്പില. പക്ഷെ കിയു അതിൻ്റെ തലയ്ക്കും പറിച്ചിട്ട് കരിയേപ്പില ഉണങ്ങിപ്പോയി. ഫസ്റ്റ് ലെയർ നമുക്ക് ബൾബ്സ് വെക്കാം. ഇത് ബേസിക്കലി നമുക്ക് പല ലെയറായിട്ട് ബൾബ്സ് നടാം. ഓരോന്നിനും ഏത് ഡെപ്തിലാണ് നടന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. ഇതാട്ടോ, ഈ സവാള ഒക്കെ പോലെ ഉള്ളി പോലെ ഇരിക്കും ബൾബ് എന്ന് പറയും. ഓൾറെഡി കുഞ്ഞു മുളയുണ്ട്. ഇതിങ്ങനെ നട്ടു കൊടുക്കാം. ഈ ഹയസിൻ്റെ കാണാൻ ഇങ്ങനെ ഇരിക്കും പൂ, നല്ല ഭംഗിയുള്ള പൂവാണ്. മോർ ദാൻ ദാറ്റ്, ഈ കൂട്ടത്തിലുള്ള എല്ലാ ഫ്ലവേഴ്സിനേക്കാളും മണം ഈ ഹയസിനാണ്. എത്രമാത്രം അടിപൊളി മണമാണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷം ഞങ്ങൾ ആംസ്റ്റർഡാമിലെ ട്യൂലിപ്പ് ഗാർഡനിൽ പോയപ്പം അവിടെ ഹയസിൻ്റെ കൂടെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. DJക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ആ ഫോട്ടോ സൈഡിൽ വെട്ടിയൊട്ടിക്കാം. അടിപൊളി മണമായിരുന്നു. ആ മണം കാരണം എന്നോട് ആ കൂടെയുള്ള എല്ലാവരും ഇതിൻ്റെ പേരൊക്കെ ചോദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വേറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കൂടെ. ഹയസിൻ്റെ മാത്രം ഞാൻ 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി ഇതൊരു ആഴ്ച കഴിയുമ്പോൾ മുളച്ച് വരുമായിരിക്കും. നെക്സ്റ്റ് നടാൻ പോകുന്നത് ഈ മിക്സ് ട്യൂലിപ്സ് ആണ്. ഇത് 12 സെൻറ്റിമീറ്റർ ഡെപ്തിൽ നടാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കുറച്ച് എനിക്ക് എൻ്റെ പേരെപ്പോഴും ഹയാസിൻത് എന്നാണ് ശരിക്കും പറയേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ട്യൂലിപ്സിൻ്റെ ബൾബ്സ് വെക്കും. ഇതിലിപ്പോൾ എല്ലാം മുളച്ച് വരുമോ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലതിനൊക്കെ കണ്ടോ ഓൾറെഡി ഇങ്ങനെ അറ്റത്തല ഇങ്ങനെ മുള വന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും ഔട്ടർ കോർണറിൽ ഇത് വെക്കാമെന്ന് വിചാരിച്ചു. ഈ സംഭവം മിക്സ്ഡ് ആയിട്ട് നടുന്നത് ഞാനായിട്ട് ഇൻവെൻറ്റ് ചെയ്തൊരു കാര്യമൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ ആൾക്കാരെപ്പോഴും നടുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അടിയിൽ മറ്റേതിൻ്റെ മുളയുടെ അറ്റം കണ്ടോ കാണുന്നത്. അങ്ങനത്തെ മിസ്റ്റേക്സൊക്കെ വരുമായിരിക്കും. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ളത് ഈ ഒരു ഗ്രേപ്പ് വൈൻ കളറുള്ള ട്യൂലിപ്സും പിന്നെ ഡാഫോഡിൽസുമാണ്. ഡാഫോഡിൽസ് ആക്ച്വലി ആകെ 4 എണ്ണമേ ഉള്ളൂ. ഇത് ഭയങ്കര പ്രീഷ്യസ് ആണ്. അപ്പം ഇതും ഒരേ ലെയർ തന്നെ പല ഇതായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയൊക്കെ ഓൾറെഡി ഉള്ളിൽ ബറീഡാണ്. പിന്നെ ഇതിന് 10 സെൻറ്റിമീറ്റർ ഡെപ്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ഒരേ ലെയർ നടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഫൈനലായിട്ടുള്ള നമ്മുടെ
ഡാഫോഡിൽസിൻ്റെ ബൾബ് എവിടെ വെക്കണം എന്നറിയില്ല, അവിടെ വെച്ച് ഒരെണ്ണം വെച്ച്. ആക്ച്വലി 4 പറഞ്ഞാൽ ഇത് കണ്ടോ, ഒരെണ്ണത്തിൽ 2 ഉണ്ട്. അപ്പം നമുക്ക് ചെറുതായിട്ട് ലാഭമായി. 4 കോർണറിലും വെക്കാം. അങ്ങനെ നമ്മളുടെ എല്ലാ ബൾബ്സും വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം അത് മേ ബി കൂടിപ്പോവും. ഈ ഒരു ഹൈറ്റിൽ 10 സെൻറ്റിമീറ്റർ അത്രയും മതി. സോയിൽ നിറച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഈ മാറ്റിനെ പറ്റി ഒരു കാര്യം പറയാമെന്ന് ഓർത്തു. ഇത് ആക്ച്വലി നമുക്ക് ഇൻഡോറിൽ ഇരുന്നിട്ട് ചെടിയൊക്കെ നടാനും കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ട്. ഇത് വാട്ടർ പ്രൂഫാണ്. അതുപോലെ സൈഡിൽ ഇങ്ങനെ ബട്ടൺ ഉണ്ട്. ഇതിനെ നമുക്കിങ്ങനെ നിവർത്താൻ പറ്റും 4 സൈഡിലും. ഞാൻ ഈ സമയത്തൊക്കെ പുറത്തിരുന്ന് എന്തെങ്കിലും പണി ചെയ്യുന്ന ഭയങ്കര തണുപ്പുള്ള കാര്യം, അതുകൊണ്ട് ഉള്ളിലിരുന്ന് തന്നെ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. ഇവിടെ ഒന്നും അങ്ങനെ ഡേർട്ടി ഒന്നും ആയിട്ടില്ല. ആക്ച്വലി എൻ്റെ സ്ലീവ്സിലൊക്കെ കുറച്ച് മണ്ണ് പറ്റിയായിരുന്നു, അത് വെച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് ആക്ച്വലി ഒരു അടിപൊളി സാധനമാണ്. ബാക്കി ഗാർഡനിങ് വർക്കിന് ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. വിരിച്ചാൽ ആക്ച്വലി നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ സൈഡിൽ നിന്ന് വെച്ചതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ട്യൂലിപ്പ് എന്നാണ് ഇതിന് പറയുന്നത് ടീച്ചർ? പോട്ടെന്നോ? ട്യൂലിപ്പ് പോട്ട് അങ്ങനെ തന്നെ പറയട്ടെ. 2P. അപ്പോൾ നമ്മുടെ ട്യൂലിപ്പ് പോട്ട് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഒരു കണക്ക് പ്രകാരം ഇപ്പം ഇവിടെ വരെയാണ് നമ്മൾ സോയിലിട്ടേക്കുന്നത്. ഇവിടുന്ന് ഈ ഒരു ഡെപ്താണ് ഏകദേശം 15 സെൻറ്റിമീറ്റർ. അപ്പം അതിൻ്റെ ഉള്ളിൽ എല്ലാം ഉണ്ട്. അവർ പറഞ്ഞേക്കുന്നൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്, പക്ഷേ പറഞ്ഞത് ഇല്ല, ആക്ച്വലി ഫോളോ ചെയ്തില്ല, ഭയങ്കര ലേറ്റ് ആയിപ്പോയി. അപ്പം ഇന്ന് രാത്രി ഞാനത് പുറത്ത് വെക്കും. ബിക്കോസ് ഇത് വളർന്ന്, അതായത് മുളച്ച് വരണമെങ്കിൽ ആ കോൾഡ് ടെമ്പറേച്ചർ എക്സ്പീരിയൻസ് ചെയ്താലാണ് നല്ലപോലെ മുളച്ച് പുറത്തോട്ട് വളർന്നു വരുന്നത്. ഇപ്പം ഇന്ന് രാത്രിയൊക്കെ 1-2 ഡിഗ്രി സെൽഷ്യസ് ആണ് എഗെയിൻ ഉള്ളത്. പകൽ 10-15 ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ അപ്പം വളർന്നു വരട്ടെ. ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. നേരത്തെ പറഞ്ഞ പോലെ അടിയിൽ തോളയുമാക്കും. ഇത് വളർന്നു വരുന്ന സമയത്ത് സോയിൽ കുറവാണെന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ സോയിൽ മുകളിലിട്ടിട്ട് കൊടുക്കും. അപ്പം നമുക്ക് വളരെ പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ മെല്ലെ മെല്ലെ എല്ലാവരെയും അറിയിക്കാം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ബൈ ബൈ.